മല്ലികേ മല്ലികേ നോക്കി പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതെ, എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. അല്ല, ഒരു 10,000 രൂപ താ. എന്താ കളിയാക്കണോ വാസേട്ടാ? നീ നാട്ടുകാർക്ക് മുഴുവനെ പൈസ കൊടുക്കണ്ടല്ലോ. നാട്ടുകാർക്ക് മൊത്തം ഞാൻ കാശ് കൊടുക്കാനോ? നിങ്ങൾ എന്താ വാസേട്ടാ പറയുന്നത്? പൈസ കൊടുത്ത് അത് കടം വാങ്ങിയ പൈസയല്ലേ 2,500 രൂപ, അതല്ലേ കൊടുത്തത്? ആ, അത് എവിടുന്ന നിനക്ക് കൊടുക്കാൻ? ആ പൈസ എവിടെ നിനക്ക് കിട്ടി? അത് വാസേട്ടന്റെ പൈസേന്റെ അടുത്ത് കൊടുത്തത്. എന്റെ പൈസയോ? നിങ്ങള് കോയമ്പത്തൂർ പണി കഴിഞ്ഞ് വന്നപ്പോ കൊറേ പൈസയും കൊണ്ടല്ലേ വന്നത്. അതിന്റെ അകത്ത് ഞാൻ 2,500 രൂപ റസീക്കും കൊടുത്ത് 500 രൂപയ്ക്ക് 2 മാക്സിമം. നോണ പറയാൻ നിൽക്കരുത് കേട്ടാ. നോണ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പട കിട്ടും നിനക്ക്. നോണ പറയാനോ? ആ, ഞാൻ എന്തിനു വാസേട്ടനോട് നോണ പറയണോ? കോയമ്പത്തൂർ പണിക്ക് പോയി കിട്ടിയതിന്റെ പൈസ എന്റെ കയ്യിലുണ്ടെന്ന്. നിനക്ക് എവിടുന്ന പൈസ കിട്ടിച്ച അത് പറ. എന്റെ വാസുവേട്ടാ, നിങ്ങളെ കയ്യിൽ നിങ്ങള് ബിക്ഷോപ്പറിന്റെ അകത്തല്ലേ ഇട്ടത്? പണി കഴിഞ്ഞ് വരുമ്പോ ഒരു കവറും കൊണ്ട് വന്നില്ലേ? അപ്പൊ ഞാൻ അതിന്റെ അകത്ത് എടുത്തു കൊടുത്തു. നീ എന്റെ അടുത്ത് പൊട്ടം കളിക്കാൻ നിൽക്കാണ്. സത്യം വാസോട്ട്, നിങ്ങൾ ബിക്ഷോപ്പറിന്റെ അകത്ത് 10,000 രൂപ കിട്ടി, അതിന്റെ അകത്ത് 3,000 രൂപ ചെലവാക്കി. ആ ചെലവാക്കിയുള്ള ദേഷ്യല്ലേ കാണിക്കുന്ന? ബാക്കി 7,000 രൂപ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. 3,000 രൂപ കഴിച്ചിട്ട് ബാക്കി 7,000 രൂപ നിന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലുണ്ട്, ഞാൻ സൂക്ഷിച്ചു. പൈസ എടുക്ക്. എവിടെ നിന്നാണ് പൈസ വന്നത്? അമ്മ എന്നാ പിടിച്ചങ്ങളെ 7,000 രൂപ. അല്ല, അപ്പൊ ഈ പൈസ മല്ലികേ, അപ്പൊ ഇതെങ്ങനെ വന്നു? എന്ത്? ഇത് വാസോട്ടന്റെ പൈസയല്ലേ? നിങ്ങളെ പൈസയല്ലേ ഇത്? എന്റെ പൈസ എന്റെ കയ്യിലുണ്ടല്ലോ. ഞാൻ അത് കൂടെ 2,000 രൂപ കൂട്ടിയിട്ട് വേണം ബാങ്കിൽ അടക്കാന്ന് വിചാരിച്ച് നിൽക്കണേ. எனக்கு கோயம்புத்தூர் இருந்து போனோம். கோயம்புத்தூர் இருந்து வந்தலே உള്ളൂ. ஆமா, நீ அடுத்த ஆഴ്ച வேலை கழிச்சு போலாம் தான் நினைச்ச. சும்மா பெട്ടെന്ന് டிடியில் கூப்பிட்டுச்சு என்ன. அது 2 ദിവസത്തെ പണിയുണ്ട്, അവിടെ കഴിഞ്ഞിട്ട് പോവാം. அது வேண்டாம், நான் போயிட்டு வரேன். அங்க நமக்கு ஒரு ஷெட் கட்டணும்னு சொன்னல, அதுல பக்கத்து வீட்டுல இருந்து பழைய ஆஸ்பெட்டோஸ் சீட் கம்மி விலைக்கு தரான்னு சொல்லி இருக்குது. அது வாங்கி வச்சுட்டு நான் வரேன். அது அவட அவளோடு வாங்கிடாம പറഞ്ഞ പോലെ. காசு என்கிட்ட தானே இருக்குது, நான் கொண்டு போய் கொடுக்கணும்ல. போயிட்டு வரட்டா? என்ன பாப்போம். மல்லி, அந்த பிஷோப்பருக்குள்ள நான் ஒரு பொதியில 10,000 ரூபாய் கட்டி வச்சிருந்தேன். அந்த காசு கொடு. அது நின்று பின்னலாம. அது சரி. അണ്ണന്റെ പൈസയായിരുന്നു അത്? ആമാ. ഞാൻ വാസുവേട്ടന്റെ പൈസയാന്ന് വിചാരിച്ച അതിന്റെ അകത്ത് എടുത്ത് കുറച്ച് പൈസ ചെലവാക്കി. 3,000 രൂപ. ஏன் மல்லி, அதுன்னு காசு எடுக்கும் என்கிட்ட சொல்ல கூடாதா? நான் எத்தனை ஆവശ്യத்துக்கு வச்ச காசு அது. நீ என்னடா பேக்ல கொண்டு போயிட்டு பைசா தர? ഞാൻ വാസുവേട്ടന്റെ പൈസയാന്നല്ലേ വിചാരിച്ചത്. അളിയാ, എന്റെ സ്വഭാവം தெரியுமில்ல, அது கையில வச்சா நான் செலவு பண்ணும். அதனால தான் நான் அதுக்குள்ள வச்ச போம்பு எடுக்கலான்னு. അതേതാ, അങ്ങനെയാണെങ്കിൽ അവളോട് പറയണ്ടേ നീ. അത് പറയാമ പോലും തപ്പ്. ഇനി மீதி എவ்வளவு இருக்கு? 7,000 രൂപ ഉണ്ട്. அதாவது கொடு, அது கொண்டு போய் ஷீட் வாங்கி வச்சுட்டு வரலாம். ச்சே, இந்த காசு எடுத்து அப்பவே சொல்லி இருந்தா 10,000 கிடைச்சிருக்கு. இப்ப 3,000 போச்சு. ഞാനിപ്പോ ട്യൂഷൻ ഫീസ് ഒരു 2,000 രൂപ മോന് കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ തരാം. சரி, இப்ப ஷீட்டுக்கு 5,000 தான் தேவைப்படும். பசங்களுக்கு தானே டியூஷன் காசு. 2,000 வச்சுக்கோ. அது வேண்டாம், நான் கொடுக்கலாம். பரவாயில்ல. வேண்டாம், இல்ல உன் கையில இருக்கிற காசு பேங்க்ல கட்டணும்ல, இது கொடுத்தோம். பரவாயில்ல, இருக்கும்போது தந்தா போதும். இப்போ ஷீட்டுக்கு இந்த 5,000 வச்சு நான் அட்ஜஸ்ட் பண்ணிக்கலாம். அப்ப நான் போயிட்டு வரட்டா? சரி. എന്തായാലും മോന് ഫീസ് കൊടുക്കാൻ പൈസ കിട്ടിയത് എനിക്ക് സമാധാനായി. എനിക്ക് സമാധാനായി. നിന്നോട് നേരം പറട്ടെ, പൈസ എടുത്ത് ചെലവാക്കുമ്പോ ഇത് എന്ത് പൈസയാണ്, എന്തിനെടുത്ത് വെച്ചിട്ടുള്ള പൈസയാണ് എന്നുള്ള കാര്യം എന്നോട് ചോദിക്കണം. ഇത് പള്ളിയും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. എങ്ങാനും ഇത് വിഷയമായിരുന്നെങ്കിലോ ഇന്ന് വഴക്കിനുള്ള കാരണമായോ?